ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ തോറ്റുപോയൊരു വ്യക്തിയാണോ നീ? ജീവിതത്തിൽ തകർന്നുപോയൊരു വ്യക്തിയാണോ നീ? ജീവിതം നിന്റെ വഴിമുട്ടിപ്പോയൊരു വ്യക്തിയാണോ നീ? ആർക്കും വേണ്ടാത്തവനാണോ നീ? ആർക്കും വേണ്ടാത്തവളാണോ നീ? കടുത്ത നിരാശയുടെ നടുവിലൂടെ പോവുകയാണ്. എത്രയധികം ജീവിതത്തിൽ പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും ആയിത്തീരാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. നീ ഇനി പരിശ്രമിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം ഒന്ന് പരിശ്രമിക്കാൻ സാധിക്കും. ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് ക്രിസ്തുവിലുള്ള ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നിനക്കൊന്ന് പരിശ്രമിക്കാൻ സാധിക്കുമോ? ചൈനയിൽ ഒരു മുളമരമുണ്ട്. 80 തൊട്ട് 100 അടി വരെയുള്ള പൊക്കം വയ്ക്കുന്ന ഒരു മുളമരമാണ്. 5 വർഷം അതിങ്ങനെ ചെറുതായിട്ട് തന്നെ ഇരിക്കുന്നു. 5 വർഷം വളർന്നുകൊണ്ടിരിക്കുക, പക്ഷെ അതിന് പൊക്കം വയ്ക്കുന്നില്ല. 1-2 അടി പൊക്കം മാത്രമേ കാണുക. പിന്നീടുള്ള 3 മാസം കൊണ്ടാണത് ഈ 90 അടി 100 അടി പൊക്കത്തിലേക്ക് ഉയർന്നു വരുന്നത്. ഈ 5 വർഷം ഈ മുളമരം എന്ത് ചെയ്യുകയായിരുന്നു? അതിന് വേരുകൾ പടർത്തുകയായിരുന്നു. നിന്റെ സഹനങ്ങളുടെ, നിന്റെ തകർച്ചയുടെ, നിന്റെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ നിനക്ക് മുന്നോട്ട് കുതിക്കുവാനായിട്ട് ക്രിസ്തുവിൽ നമുക്ക് വേരുകൾ പടർത്തുവാൻ സാധിക്കും. തിരുവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് തകർച്ചകളും പതർച്ചകളുമാണെങ്കിൽ, കടുത്ത നിരാശകളാണെങ്കിൽ, ജീവിതത്തിൽ ഒന്നും ആയിത്തീരാൻ സാധിച്ചില്ല എങ്കിൽ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ആ ചൈനീസ് മുള ആദ്യത്തെ 5 വർഷങ്ങൾ വേര് പടർത്തുന്നത് പോലെ വേര് പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് വേര് പടർത്തുന്നത്? ക്രിസ്തുവിൽ വേര് പടർത്തിക്കൊണ്ടിരിക്കുക. ചൈനീസ് മുള നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. നമ്മുടെ തകർച്ചകളിൽ, കുറ്റപ്പെടുത്തലുകളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ നമുക്ക് വേര് പടർത്താൻ സാധിക്കണം. ക്രിസ്തുവിൽ വേര് പടർത്താൻ സാധിക്കണം. ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. അവനിൽ വേര് പടർത്തിയാൽ നമുക്ക് കുതിച്ചു വരാൻ സാധിക്കും. ഏത് വലിയ കാറ്റിനെയും കോളിനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ അലയടിക്കുമ്പോൾ, മനുഷ്യനാൽ തകർക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിൽ വേര് പടർത്തിയ ഒരാൾക്ക്, ക്രിസ്തുവിൽ വേര് പടർത്തിയ ഒരു വ്യക്തി ഒരിക്കലും തകർന്നു പോകില്ല, ഒരിക്കലും ഒടിഞ്ഞു പോകില്ല, ഒരിക്കലും കരിഞ്ഞു പോകില്ല. ജീവിതത്തില് മനുഷ്യരാൽ തോൽപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിൽ വേരൂന്നി നിങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ക്രിസ്തുവിൽ വേരൂന്നി ഒന്ന് പരിശ്രമിക്കാൻ സാധിക്കുമോ? 125-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ. സിയോൻ പർവ്വതത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെയാണ് ദാവീദന്റെ കൊട്ടാരം പണിത്. അവിടെയാണ് യെരൂശലേം ദേവാലയം. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട പർവ്വതം. ശത്രുക്കളിൽ നിന്ന്, സൈന്യങ്ങളിൽ നിന്ന്, അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ദാവീദ് കണ്ടെത്തിയ സ്ഥലം സിയോൺ. നമ്മുടെ ജീവിതം സിയോൺ പർവ്വതം പോലെ ആകണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വേര് പടർത്താൻ സാധിക്കും. മനുഷ്യരൊക്കെ നമ്മളെ വെറുക്കും, മനുഷ്യരൊക്കെ നമ്മളെ തള്ളിക്കളയും. പല വ്യക്തികളും, പല പ്രസ്ഥാനങ്ങളും, പല കൂട്ടായ്മകളും, പല സുഹൃത്ത് ബന്ധങ്ങളും, പല സുഹൃത്ത് വലയങ്ങളും നമുക്കെതിരാവും. നമ്മുടെ കൂടെ നമ്മുടെ കർത്താവ് മാത്രം ഉണ്ടാവുകയുള്ളൂ. അവനെ മുറുകെ പിടിക്കാൻ സാധിക്കും. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കും. യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. പേടിക്കേണ്ട ആവശ്യമില്ല, തകരേണ്ട ആവശ്യമില്ല, പതറേണ്ട ആവശ്യമില്ല. യേശു നമ്മുടെ രാജാവാണ്. അവൻ നമ്മളെ കൈപിടിച്ച് നടത്തും. നീ തനിച്ചായ ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഇതേവരെയായിട്ട് ഒന്നും ആയിത്തീരാൻ സാധിക്കാത്ത വ്യക്തിയാണ്. കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ പേടിക്കണ്ട, നീ വിജയിക്കും. നിനക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ക്രിസ്തു നിന്റെ വിജയത്തിലെത്തിക്കും. വേര്, അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ നീ വിജയിച്ചു കഴിഞ്ഞു കുഞ്ഞ്. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. നീ അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും.
കർത്താവ് നിന്നോട് കരുണ ചെയ്യും. ദൈവം എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.